ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 4 മണി പലഹാരം കേട്ടോ. സുഖിയനാണ്, എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നുണ്ടല്ലോ. ഒരു 1/2 കിലോയോളം നമ്മൾ ചെറുപയറാട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ അളവുകളൊക്കെയാണ്. ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഫ്ലേവറിന് വേണ്ടി ജീരകവും ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് പയർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ കല്ലെല്ലാം കളഞ്ഞ് പയറിന്ന് വെള്ളം കുറച്ചൊന്ന് വേവിച്ചെടുക്കാം. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മാവാണ്. മൈദാ മാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് പയർ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും വെള്ളമയം ഇല്ലാതെ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി. വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മൾ ശർക്കര ഇടുമ്പോഴത്തേനും അത് കുഴഞ്ഞു വരും കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അത് ഒട്ടും വെള്ളമില്ലാതെ എടുക്കാം. ഇനി നമുക്ക് ചരണ്ടി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫ്ലേവറിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാവേ. ശർക്കര നമ്മൾ എടുത്ത് ശർക്കര മൊത്തം ഇടുന്നില്ല, അതിൻ്റെ പകുതി ഇട്ടാൽ മതി കേട്ടോ. ഒത്തിരി മധുരം വേണമെങ്കിൽ മാത്രം വേണം നമുക്ക് ഒരു ശർക്കര മൊത്തം ഇട്ടാൽ മതിയേ. ഇനിയിട്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സ്പൂണ് കൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാവേ. ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഒരു മീഡിയം ലെവലിലായിട്ട് നമുക്കൊന്ന് ഈ പയർ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കാവേ. പയർ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിന് ബാക്കിയെല്ലാം നമുക്കൊന്ന് ഉരുട്ടി എടുക്കാം. മൈദാമാവ് നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമുക്ക് ഈ പയറൊന്ന് മുക്കിയെടുക്കുന്ന രീതിയിൽ വേണം നമുക്കൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടി. ഒട്ടും കട്ടയില്ലാത്ത രീതിയിലൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കലക്കി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഡയറക്റ്റായിട്ട് ഇടണ്ട, കുറച്ച് കലക്കിയിട്ട് ഒഴിക്കുവാണെങ്കിൽ ഇതിനൊട്ട് കട്ടയൊന്നും ഉണ്ടാവില്ല. നല്ലതുപോലൊന്ന് കലക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സുഖിയൻ തയ്യാറാക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന പയർ ഈ മാവിനകത്ത് മുക്കി ഓരോന്നോരോന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് സുഖിയൻ ഉണ്ടാക്കാം. ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കിയാണ് നമ്മൾ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയനൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പുറത്ത് നല്ല മുരിഞ്ഞ് അകത്ത് നല്ലതായിട്ട് പയർ വെന്ത നല്ല മധുരത്തോടെ അടിപൊളിയായിട്ടുണ്ട് സുഖിയനൂടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു പുതിയൊരു വിഭവമായി വീണ്ടും വരുന്നത് വരെ ബൈ.